നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് പെരുമ്പാവൂരിലെ ബംഗാളി മാർക്കറ്റിലാണ്. അപ്പോൾ ഇവിടെ കുറേ വയലേഷൻസ് ഉണ്ട്. അതൊക്കെ പറഞ്ഞു തരാനായിട്ട് നമ്മുടെ നിഷാദ് മാഷ് നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട്. ഇപ്പം ഇവിടുത്തെ ആദ്യത്തെ വയലേഷൻ തുടങ്ങുന്നത് എവിടെ നിന്നാണ്? ഇത് സത്യത്തിൽ വാഴക്കുളം പഞ്ചായത്തിലെ വെങ്ങോല പഞ്ചായത്ത് അതിർത്തി പ്രദേശമാണ്. വാഴക്കുളം പഞ്ചായത്തിലെ 10ാം വാർഡാണ്. ഇവിടെ അധികമായി ഇതര സംസ്ഥാന തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന ഭായി കോളനി എന്നാണ് ഇതറിയപ്പെടുന്നത്. ഇവിടെ അവർ മാത്രമാണ് ഏറ്റവും കൂടുതൽ താമസക്കാർ. മലയാളികളുടെ കെട്ടിടങ്ങളാണ്. പക്ഷേ ഇതിൽ ഭൂരിപക്ഷം കെട്ടിടങ്ങളിലും ഒരുപാട് വയലേഷനുള്ളതാണ്. അനധികൃതമായി ഇപ്പോൾ ഒരു കെട്ടിടത്തിന് ഇത്ര വീതി വേണം, അല്ലെങ്കിൽ ഇത്ര തള്ളിയിട്ട് വേണം കെട്ടിടം. അത് അവർ നമ്പർ ഇടാൻ നേരത്തെ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അതിനുശേഷം അതെല്ലാം കെട്ടിപ്പൊക്കി അതിൽ വരുമാനം ഉണ്ടായിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ കെട്ടിടത്തിൻ്റെ തന്നെ ക്ലിനിക്ക് വർക്ക് ചെയ്യുന്നത് സത്യത്തിൽ എന്താണ്, അത് നിലവിലുള്ള കെട്ടിടത്തോട് ചാർത്തിലാണ്. അതൊരു വാടകയ്ക്ക് കൊടുത്തേക്കണേ. തൊട്ടപ്പുറത്ത് ഹോട്ടലുണ്ട്. ആ ഹോട്ടലിൻ്റെ മുന്നിൽ കെട്ടിയുണ്ടാക്കിയ ഇത് ഇവിടെ മാത്രമുള്ളതല്ല, എല്ലാ സ്ഥലത്തും. പക്ഷേ ഇവിടെ ഇത് കുറച്ചുകൂടി സൗകര്യപ്രദമാണ് ഇവർക്ക്. എല്ലാ പോലീസുകാരൻ്റെ കെട്ടിടമാണല്ലേ ഇത്? നമ്മുടെ ഒരു ഇപ്പോൾ അദ്ദേഹം സസ്പെൻഷനിലാണ് നിലവിൽ. സുബീർ അദ്ദേഹം ഒരു ലഹരി കേസുമായി ബന്ധപ്പെട്ട് ഒത്താശ ചെയ്തു എന്നതിൻ്റെ പേരിൽ വിചാരണ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പോലീസുകാരനാണ്. അതെ, ഈ ലഹരി മാഫിയ സംഘങ്ങളുടെ കേസിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ സ്റ്റേഷനിൽ എന്നാണ് എന്ന് അദ്ദേഹത്തോട് ആരോപണമുണ്ട്. അതിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഒരു പോലീസുകാരന്റെ ബിൽഡിംഗ് ആണ്, വയലേഷൻ ആണ്. പക്ഷേ ഇതിനൊന്നും നടപടിയെടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ കാര്യം. ഇത് കണ്ടില്ലേ, ഇവിടുത്തെ ഓവുചാലാണ് വേസ്റ്റ് പോകുന്നത്. ഇത് രാത്രി നമ്മൾ ഈ ഹോട്ടലിൽ നിന്നുള്ള വേസ്റ്റ് പോകണ്ടില്ലേ? അതെ, ഇത് പെരിയാറിലേക്കാ ചെന്ന് പറഞ്ഞത്. ഇവിടെ നമുക്കറിയാം, ആലുവയിൽ നിന്നാണ് എറണാകുളം ജില്ലയിലൊക്കെ ഉള്ള വെള്ളം വിതരണം ചെയ്യുന്നത്. അതെ, നമ്മുടെ മറ്റേ പെരിയാർ വാലിയിൽ ഇറിഗേഷൻ അവിടുന്ന് വെള്ളം ശുദ്ധീകരിച്ചിട്ടാണ്. പക്ഷെ ഇതൊക്കെ എത്ര ശുദ്ധീകരിച്ചാലും എങ്ങനെ ശുദ്ധീകരിക്കാം? വേസ്റ്റ് പോകണ്ട. അത് മാത്രമല്ല, അവിടെ 2-3 അറക്കണ സ്ഥലങ്ങളുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ആ അറക്കണ സ്ഥലങ്ങളിലെ ബ്ലഡ് ഒഴുക്കുന്നത് ഇതിലേക്കാ. പലവട്ടം ഞങ്ങൾ വീഡിയോ ഉൾപ്പെടെ നമ്മുടെ കയ്യിലുണ്ട്. ഈ ബ്ലഡ് ഒഴുകുന്ന, കാരണം നമ്മളില്ലാത്ത രാത്രി സമയങ്ങൾ, വെളുപ്പിന് സമയങ്ങളിലാണ്. അപ്പം നമ്മളറിയുന്ന ആളുകളൊക്കെയാണ് വരും. പക്ഷെ ഇതൊക്കെ പെരിയാറിലേക്കാണ് വന്നു ചേരുന്നത് എന്ന് സത്യമാണ്. ഇവിടെ ഉള്ളവർ തന്നെയാണ് ഒത്താശ ചെയ്ത് കൊടുക്കുന്നത് അല്ലേ? ഇപ്പൊ ഇങ്ങോട്ട് വരുമ്പോ ഇത് മഴ പെയ്തത് കൊണ്ടാണ് ഇപ്പൊ നല്ല ശുദ്ധമായിട്ട് ഒഴുകുന്നത്. മഴയല്ലെങ്കിൽ ഇതിന്റെ കളർ ഇതല്ല, ചുമന്നായിരിക്കും. നമുക്ക് പറയാൻ പറ്റാത്ത ഇതായിരിക്കും. ഇവിടുത്തെ പല കടകളിൽ നിന്ന് ഇതിനു മുമ്പ് ഇവിടുത്തെ ലഹരി വിരുദ്ധ പ്രവർത്തകർ, ഈ നാട്ടുകാരായ ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ലഹരി വസ്തുക്കൾ പിടിച്ചിട്ടുണ്ട്. ഇപ്പൊ ഈ ആ ഹോട്ടലിൽ ലഹരി വസ്തു പിടിച്ചിട്ടുണ്ട്. അതിന്റെ ഉള്ളിലൊരു കിണറുണ്ട്. ഈ കിണറിലേക്കുള്ള വെള്ളം ഇവിടെ ആരും പരിശോധിക്കുന്നില്ല. ആരോഗ്യവകുപ്പിന്റെ ഭാഗത്ത് വേണ്ടത്ര പരിശോധനയില്ല. അല്ലെങ്കിൽ ഇപ്പൊ നേരത്തെ ആരോഗ്യവകുപ്പ് ഒന്ന് പിഴയൊക്കെ ഇടുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ സ്ഥിരമായിട്ട് സംവിധാനം ഉണ്ടെങ്കിൽ ഇത്ര ഹോട്ടലുകളൊന്നും വർക്ക് ചെയ്യില്ലാന്ന്. ഇവിടെ ഹെൽത്ത് കാർഡുള്ള എത്ര ജീവനക്കാരുണ്ട്. പിന്നെ ഇവിടെ ഇതര സംസ്ഥാന തൊഴിലാളികൾ ഇവിടെ കൂട്ടമായി വരാൻ കാരണം മറ്റൊന്നാണ്. കാരണം ഇവർക്ക് വളരെ തുച്ഛമായ തുകക്ക് ഇവിടുന്ന് നല്ല ഫുഡ്, അവർക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് കിട്ടുമെന്നുള്ള സത്യമാണ്. അവരുടെ ബംഗാളി രീതിയിലുള്ള ഫുഡ്, ആസാം രീതിയിലുള്ള ഫുഡൊക്കെ ഇവിടെ കിട്ടും. പക്ഷേ ഈ ഹോട്ടലുകളുടെ ഒക്കെ ഇത്തരം കടകളുടെയൊക്കെ പിറകിലാണ് മയക്കുമരുന്നിൻ്റെ വലിയ ഹബ്ബ്. ഈ ഹോട്ടലിൽ നിന്ന് നമ്മൾ മയക്കുമരുന്ന് പിടിച്ചിട്ടുണ്ട്. പോലീസ് കേസെടുത്തൊക്കെയാണ്. അപ്പോൾ ആ കെട്ടിടത്തിൻ്റെ ഫ്രണ്ടിൽ അതൊരു കിണറാണ്. ആ കിണർ വെള്ളം ഉപയോഗിക്കുന്നതാണ്. ഇപ്പോൾ അത് മൂടിയിട്ടൊക്കെയാണ്. പക്ഷേ ആ കിണർ വെള്ളത്തിലേക്കുള്ള ഉറവ് നമ്മൾ ഓർക്കുക, ഈ ഇവിടെ നിന്നുള്ള ഉറവാണ്. ഇതാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കണത്. സത്യം പറഞ്ഞാൽ ഈ ഇതര സംസ്ഥാന തൊഴിലാളികളൊക്കെ വലിയ രോഗവാഹകരാണ്. സത്യമല്ലേ? ഇപ്പോൾ ഈ ഹോട്ടലിലെ തൊഴിലാളികൾ എത്ര ആൾക്ക് ഹെൽത്ത്. ഇതിപ്പോൾ മലയാളികൾ ഹോട്ടൽ ഇങ്ങനെയൊക്കെ തന്നെ കേട്ടോ. നമ്മൾ ഇവരെ മാത്രം കുറ്റക്കാരായിട്ട് കണ്ടിട്ടല്ലേ പറയണേ. മലയാളികളുടെ അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെയാണ്. കാരണം ഈ ഹോട്ടലിൽ ഇപ്പോൾ എത്ര ഹെൽത്ത് കാർഡ് ഉള്ളവരുണ്ട്. ഇത് ആരാ പരിശോധിക്കണം? എന്താ സംഭവം? ഇതൊക്കെ മലയാളികളുടെ ഹോട്ടലാണ്. ഇത് ഇവിടെ ഇതര സംസ്ഥാന തൊഴിലാളികളാണ് വാടകയ്ക്ക് എടുത്തേക്കണേ. ബംഗാളിൽ നിന്നോ ആസാമിൽ നിന്നുള്ള ആളുകളൊക്കെയാണ്. ഇപ്പൊ ഇത്തരം ബാർബർ ഷോപ്പുകൾ, പെരുമ്പാവൂർ ടൗണിലെ ഇത്തരം ബാർബർ ഷോപ്പുകൾ കേന്ദ്രീകരിച്ചാണ് പല ഇതര സംസ്ഥാന തൊഴിലാളികൾ നടത്തുന്ന ബാർബർ ഷോപ്പുകളുണ്ട്. ആ ബാർബർ ഷോപ്പുകൾ കേന്ദ്രീകരിച്ചാണ് ലഹരി കച്ചവടം നടത്തുന്നത്. പലവട്ടം നമ്മളെ പിടിച്ചേക്കണേണ്, പോലീസ് കേസെടുത്തേക്കണേണ്. ഇവർക്കൊക്കെ ഒരു ഹെൽത്ത് കാർഡ് ഉണ്ടോയെന്ന് വെച്ചില്ല. ഇപ്പോൾ നമ്മൾ എയ്ഡ്സ് വ്യാപനത്തിൻ്റെ കേസ് പറയുമ്പോൾ പല ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് എയ്ഡ്സ് ഉണ്ട്. ഇപ്പോൾ പെരുമ്പാവൂർ പരിശോധിച്ചാൽ നാട്ടുകാർക്കും ഉണ്ട് കേട്ടോ. കുഷ്ഠരോഗം, വാഴക്കുളം പഞ്ചായത്തിൽ കുഷ്ഠരോഗം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന പരിസരത്ത് താമസിച്ചെന്നൊരു മലയാളിക്കാണ്. ഇതിപ്പോൾ സാംക്രമിക രോഗം, കുഷ്ഠരോഗം നമ്മൾ തുടച്ചിരിക്കുന്ന പറയണേ. പക്ഷെ അത് വീണ്ടും വാഴക്കുളത്ത് ഈ അടുത്ത കാലത്ത് വീണ്ടും ഇതുണ്ട്, റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരം ആളുകളൊക്കെ ഇത്തരം കടകളിലൊക്കെ വന്ന് എയ്ഡ്സ് വാഹകരൊക്കെ വന്ന് ഷേവ് ചെയ്യുമ്പോൾ അവിടെ വരുന്ന എല്ലാവരിലേക്ക് ഇത് പകരാണ്. അതേ ബ്ലേഡ് അതാണ്. ഇത് എത്രത്തോളം സൂക്ഷ്മത. ഇപ്പം ഇവിടെ ഹെൽത്ത് ഇൻസ്പെക്ടർ പരിശോധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലാന്നാണ് അർത്ഥം.
ഈ ഒരു ബാർബർ ഷോപ്പിൽ ഇവിടെ ഏത് ബാർബർ ഷോപ്പ് ആയാലും അവിടെ ഹെൽത്ത് ഇൻസ്പെക്ടർ പരിശോധിച്ചിട്ടുണ്ടോ? ഇല്ല എന്നാണ് സത്യം. ഹോട്ടലുകളിൽ എപ്പോഴും ഈ പ്രശ്നങ്ങളുണ്ടായി. അന്ന് പ്രശ്നങ്ങളുണ്ടായപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ അതെങ്ങനെ പരിശോധിച്ച് ഫുഡ് ഇൻസ്പെക്ടറായിട്ട് ഞങ്ങൾ വിളിച്ചു വരുത്തി. ഞങ്ങളുടെ സുഹൃത്തിൻ്റെ ബന്ധമുള്ള ആളുകൾ ഉണ്ടായിരുന്നു, അവരെ വിളിച്ചു വരുത്തിയിട്ടാണ് ഇതിന് പലതിനും പിഴയടിപ്പിച്ചത്. അതുവരെ ഒരാളുകൾ വന്നിട്ടില്ല. സുഖമായിട്ട് ചാനലുകളുടെ മുമ്പിൽ വന്നിട്ട് ഇവിടുത്തെ ഭരണാധികാരികളൊക്കെ വളരെ സുഖമായിട്ട് സംസാരിച്ചിട്ടുണ്ട്, നടപടി എടുക്കുന്നു. 180 ദിവസത്തോളമായി വാഴക്കുളം പഞ്ചായത്തിൽ ഇവിടുത്തെ ലഹരി വിരുദ്ധ പ്രവർത്തകർ പോയി പറഞ്ഞിട്ട് ഇതുവരെ എന്ത് നടപടി എടുത്തെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തിയിട്ടില്ല. ചില കടകളൊക്കെ സൈഡ് പൊളിച്ചിട്ടൊക്കെ ഉണ്ട്, വയലേഷനുള്ളൂ. അതിനപ്പുറത്ത് ഒരു നടപടിയൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. ഇവിടെ എത്രത്തോളം ഈ ഇതര സംസ്ഥാനക്കാർ താമസിക്കുന്നുണ്ട്? ഇത് ഫുൾ ഇതര സംസ്ഥാന തൊഴിലാളികളാണ് ഈ ഒരു ഏരിയ. ഇവിടെ മലയാളികൾ എല്ലാം മലയാളികളുടെ ബിൽഡിംഗ് ആണ്, പക്ഷെ ഇതെല്ലാം ഇതര സംസ്ഥാന തൊഴിലാളികളാണ് നടത്തുന്നത്, വിവിധ ദേശങ്ങളിൽ നിന്നുള്ള. പക്ഷെ ഇവരൊക്കെ നാടിന്റെ ഭാഗമാണ് കേട്ടോ. ഇവരെല്ലാവരും കുറ്റവാളികളൊന്നും അല്ല. അങ്ങനെ നമ്മൾ പറയരുത്. ഇവരെല്ലാവരും കുറ്റവാളികളല്ല. നല്ല ബിസിനസ് നടത്തുന്ന ആളുകളുണ്ട്, നല്ല ആളുകളുണ്ട്. പക്ഷെ ഇതിന്റെ മറയിൽ ഇതൊക്കെ നടക്കുന്നുണ്ട്. ഇവിടുന്ന് മദ്യ കച്ചവടത്തിന് ഞങ്ങൾ 2-3 കടകളിൽ നിന്ന് ഒരുപാട് മദ്യം ക്വാണ്ടിറ്റി പിടിച്ച് എക്സൈസിന് കൈമാറിയിട്ടുണ്ട്. ആ കടകളുടെ ബാക്കിലാണ് എന്ത് ചെയ്യണത്, മദ്യം കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ചോദിച്ചപ്പോൾ പറഞ്ഞപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ കിട്ടും, അതുകൊണ്ടാണ് ഞങ്ങളിവിടെ മദ്യം കുടിക്കാൻ വരുന്നതെന്നാണ്. ഇപ്പോൾ ഈ കെട്ടിടം പൊളിച്ചതാണ്. ഇപ്പൊ പഞ്ചായത്ത് എന്തോ നോട്ടീസ് കൊടുത്തിട്ട് ചില നടപടിക്രമങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഒരു ഓടയുടെ മുകളിലൊരു 2 കെട്ടിടം, ഒന്നല്ല, ഒന്ന് മീനും കോഴിയാണ്, ഒന്ന് മൊബൈൽ കടയാണ്. അതിന് എത്ര വാടക എനിക്ക് തോന്നുന്നു ഒരു മാസം 1-2 ഒരു മാസം 10-40,000 രൂപ വാടക ഉണ്ടാവും. ആ വാടകയ്ക്ക് കൊടുത്തേക്കാണ് പൊളിക്കേണ്ട കെട്ടിടം. എത്ര പെട്ടെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടെന്നറിയാം. ഇത് ക്രമവൽക്കരിക്കാൻ പറ്റില്ല, ഇത് പൊളിച്ചു മാറ്റണം. ഒരു പാവപ്പെട്ടവനൊക്കെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ അപ്പം പൊളിച്ചു മാറ്റുന്ന നമ്പർ ഇട്ട് കൊടുക്കാത്ത പഞ്ചായത്ത് അധികാരികൾ ഇതിനെതിരെ അവർ മിണ്ടാതിരിക്കുകയാണ്. ഒരു പാവപ്പെട്ടവനാണ് ഒരു കെട്ടിടത്തിന് ഒരു വീട് പണിതു, ഒരല്പം കയറ്റി പണിതു, അവനിക്ക് നമ്പർ ഇട്ട് ചെല്ലുമ്പോൾ എന്ത് ചെയ്യും, അത് പൊളിച്ചാലാണ് നമ്പർ ഇട്ട് കൊടുക്കുള്ളൂ എന്ന് പറയുന്ന ഏയിമാരൊന്നും ഇത് കാണുന്നില്ല. ഇതൊരു പഞ്ചായത്തിന്റെ അധീനതയിലെ തോടാ. ആ തോടിന്റെ മുകളിലാണ് ഈ കെട്ടിടം പണിതേക്കണത്. പണിഞ്ഞിരിക്കുന്ന ഈ കെട്ടിട ഉടമയാണ്, ഈ കെട്ടിടത്തിന്റെ ഉടമയാണ് ഇത് പണിതിരിക്കുക. അദ്ദേഹത്തിന് എക്സ്ട്രാ വാടക ഇട്ടാണ്. വേസ്റ്റ് വെള്ളം തന്നെയാണ് ഇത്. ഈ തോട്ടിലേക്കാണ് വേസ്റ്റ് വെള്ളം വെച്ചേക്കണത്. രാത്രി ഇങ്ങനെയൊന്നും അല്ല ഇത് ഒഴുകുന്നത്. അതുപോലെ പള്ളി, അവിടെ ഒരു പള്ളിയുണ്ട്. ആ പള്ളി ഒരു അനുമതി ഇല്ലാതെ പണിതേക്കണ പള്ളിയാണത്. ഇത് ആ പള്ളിയുടെ ഒരു ഭാഗം ഇപ്പൊ പൊളിച്ചിട്ടുണ്ട്. ആ ഒരു ഭാഗം പൊളിച്ച ഭാഗം നമുക്ക് ഇവിടുന്ന് കാണാം. അതെന്താ സംഭവം? അതൊരു പള്ളിയാണെന്ന് പറയണു. ഇവിടെ പ്രാർത്ഥനയൊക്കെ നടക്കുന്നുണ്ട്, അതൊക്കെ ശരിയാണ്. പക്ഷെ അത് ഒരു ആരാധനാലയത്തിന് പാലിക്കേണ്ട നിയമങ്ങളൊന്നും പാലിക്കാതെ പണിതേക്കണ പള്ളിയാ. പറയുന്നതിൽ തൊട്ട് മുകളിൽ പള്ളിയുണ്ട്. പക്ഷെ ഇവിടെ ചില ആളുകൾക്ക് സൗകര്യം ഒരുക്കാൻ വേണ്ടി പണിത പള്ളി തന്നെയാണ്. ചില അനധികൃത കെട്ടിടങ്ങൾക്ക് കൂട്ടുവേണമെങ്കിൽ ആരാധനാ സ്ഥലങ്ങൾ വന്നാൽ, ഉദാഹരണത്തിൽ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നടക്കണ എങ്ങനെയാണ്, റോഡിൻ്റെ നടുവിൽ ഒന്ന് കുരിശു കുത്തും, അല്ലെങ്കിൽ ഒരു നേർച്ചപ്പെട്ടി സ്ഥാപിച്ചാൽ പിന്നെ അവിടെ ആർക്കും തൊടാൻ പാടില്ല. മലയുടെ മുകളിൽ കൊണ്ടുപോയി നേർച്ചപ്പെട്ടി സ്ഥാപിച്ചാൽ പിന്നെ അത് ആ വിഭാഗത്തിൻ്റെ ആയി മാറി. അതാണ് ഇപ്പോൾ ഇവിടെ ബായിക്കുള്ളിൽ അങ്ങനെ ചില നിയമങ്ങളൊക്കെ കൂടെ നടക്കുന്നുണ്ട്. അതാണ് ഈ കാണുന്നത്. ഹിന്ദിയിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. എല്ലാം ഉണ്ട് അവിടെ. കാരണം അവിടെ കൂടുതൽ പോകുന്ന മലയാളികൾ ആരും പോകാറില്ല, അതുകൊണ്ടാണ്. മസ്ജിദ് ദാൻ പെട്ടി. യെസ്, അത് മസ്ജിദിലേക്ക് അത് ആരാ പറയാ, അതിന്റെ സൈഡ് ഇപ്പൊ പൊളിച്ചേക്കന്നെയാണ്. അത് ഇവിടുത്തെ ആരോ കേസ് കൊടുത്തിട്ടുണ്ട്, ഹൈക്കോടതിയിലെ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് അതിന്റെ സൈഡ് എന്ത് ചെയ്യണത് അറിയാൻ കഴിഞ്ഞത്. ഇത് നേരത്തെ ഒരു കെട്ടിടമായിട്ട് നിർമ്മിച്ചു അനധികൃതമാണെന്ന് പൊളിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പള്ളിയാക്കിയെന്നൊക്കെ പറയേണ്ട ആരോപണങ്ങൾ എത്രത്തോളം ഉണ്ടെന്ന് നമുക്കറിയില്ല. അതെ, ഇവിടെ ഒന്നും മലയാളികളുടെ കടകളില്ല. മലയാളികളുടെ കടകളില്ല, എല്ലാം റെന്റിന് കൊടുത്തേക്കോ. ഇപ്പൊ ഒരു പരിധിവരെ ഒരു ശാന്തമാണ് ഇവിടെ. കഴിഞ്ഞ ഒരു 3 മാസമായിട്ട് നടക്കുന്ന പ്രവർത്തനങ്ങൾ, നാട്ടുകാരുടെ ജാഗരൂകമായ ഇടപെടലുകൾ, ഈ നാട്ടുകാർ കണ്ണിൽ എണ്ണ ഒഴിച്ചാൽ കാത്തിരിക്കണം. രാത്രി 12 മണിക്ക് വരണോ, 1 മണിക്ക്. ഇവിടെ ആളുകൾ റെഡിയാണ്. പക്ഷേ നമുക്കിടയിൽ എത്ര കേസ് ഞങ്ങൾക്കെതിരെ എടുത്താലും, എത്ര പേര് ജയിലിൽ പോയാലും ഞങ്ങൾ ഇതിൻ്റെ മുന്നിലുണ്ടാവും. കാരണം അടുത്ത തലമുറയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടമാണത്. തീർച്ചയായിട്ടും നൗഷാദ് മാഷിനെ പോലുള്ള ആളുകളാണ് ഇത്തരത്തിലുള്ള ലഹരി സംഘങ്ങൾക്കെതിരെ ഇവിടെ നിൽക്കുന്നത്. ഇവർക്കൊക്കെ വലിയ ഭീഷണി ഉള്ളതാണ്. പക്ഷേ വരുന്ന തലമുറയെങ്കിലും നല്ല രീതിയിൽ ജീവിക്കണം. അവരുടെ തലച്ചോറെങ്കിലും പൊടിഞ്ഞു പോകാതെ ആ തലച്ചോറിനകത്ത് എന്തെങ്കിലുമൊക്കെ കാണണമെന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് അദ്ദേഹം ഉൾപ്പെടെയുള്ള നാട്ടുകാർ ഈ ലഹരി മാഫിയക്കെതിരെ നിൽക്കുന്നത്.